ശ്യാം, നിതിൻ ആത്മഹത്യ ചെയ്തതല്ല, ജാതി വെറിയന്മാർ കൊന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നോക്കൂ, ഒരു അധ്യാപകൻ എന്ന് വിളിക്കാൻ പറ്റാത്ത ഒരാൾ, അയാളാണ് കോളേജിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. അയാളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട്. ഇപ്പം കുട്ടികൾക്കൊക്കെ പറയാൻ അവർക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അവരായി ഉണ്ടാക്കിയെടുത്തൊരു സ്വാതന്ത്ര്യം. അവർക്ക് നേരത്തെ ഭീതിയായിരുന്നു, പേടിയായിരുന്നു, അതൊക്കെ മാറി. ഇപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് തുറന്ന് പറയുന്നുണ്ട്. ഇതുപോലുള്ളവരാണ് നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളിൽ അധ്യാപകരായിട്ട് ഉള്ളത്. ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടും മാനേജ്മെൻറ്റ് ഇതുവരെ നടപടി സ്വീകരിച്ചില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഈ മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം നഷ്ടപ്പെട്ട ശേഷം ഡെൻ്റൽ കോളേജ് തുടങ്ങാൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് റാമാണ്. അപ്പോൾ സ്വാഭാവികമായും റാമിനെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. ശ്യാംരാജ്, പ്രൊഫഷണൽ കോളേജുകളിൽ മാത്രമല്ല, നമ്മുടെ കലാലയങ്ങളിലൊക്കെ ഹോസ്റ്റലുകളിലും ഇത് നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇതിനൊരു അവസാനം ഉണ്ടാവുന്നില്ല. എവിടെയാണ്, ആർക്കാണ് വീഴ്ച പറ്റുന്നത്? ശ്രീ അനിൽ നമ്പ്യാർ, ഇപ്പോൾ നമ്മളോട് കുറച്ച് മുമ്പ് സംസാരിച്ച ആർച്ച, ആ പെൺകുട്ടി അടക്കമുള്ള ഈ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥിനിയോടും എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയുക. നിങ്ങളെ ഒരാളും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇവരുടെ ധാർഷ്ട്യത്തിൻ്റെ, ഇവരുടെ അഹങ്കാരത്തിൻ്റെ, ഇവരുടെ തൻപോരിമയുടെ ഈ ചെങ്ങലകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് വരണം. നിങ്ങളെ ഒരാളും തൊടാൻ വേണ്ടിയിട്ട് പോലും പോകുന്നില്ല. നിങ്ങളോടൊപ്പം പരിപൂർണമായിട്ട് ഏത് സമയത്ത് ഞങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കാലത്ത് കേരളത്തിലെ ക്യാമ്പസുകളൊക്കെ ജിഷ്ണു പ്രണയി കൊല്ലപ്പെട്ടപ്പോൾ നിശബ്ദമാക്കിയിട്ടുണ്ട്. വീണ്ടും അത്തരത്തിൽ നിശബ്ദമാക്കണമെങ്കിൽ ആ തരത്തിലുള്ള നമ്മുടെ വിദ്യാർത്ഥികളെ കൊല ചെയ്യുന്ന ആളുകളെ പടിക്ക് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള പിന്തുണയും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. നിങ്ങൾ സധൈര്യം മുമ്പോട്ട് പോവുക. നിങ്ങൾ ഒരാളും തടയില്ല. നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് എത്ര ഇടതുകോട്ടയാണെങ്കിലും ശരി, ഏത് വലിയ അധ്യാപകനാണെങ്കിലും ശരി, അയാളെയൊക്കെ നമ്മൾ അവിടെ നിന്ന് നിയമത്തിൻ്റെ രീതിയിൽ തന്നെ അവരോട് നമ്മൾ മാറ്റിക്കളയും. അതിനകത്തൊരു ഭയപ്പെടേണ്ട ആവശ്യം പോലുമില്ല. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് ഈ അഞ്ചരക്കണ്ടിയിൽ ഇപ്പോൾ ഒന്നും രണ്ടുമായിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിരിക്കുന്ന വിദ്യാർത്ഥിനികളോടും അതോടൊപ്പം ഇനിയും പറയാനേറെയുള്ള, എനിക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, ഈ കുട്ടികൾ നമ്മളെ വ്യക്തിപരമായിട്ട് വിളിച്ച കുട്ടികളുണ്ട്. പല മാധ്യമപ്രവർത്തകരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പല കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ഇപ്പോഴും അവരുടെ ഇന്റേണൽ മാർക്കിനെ ഓർത്തിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാവിയെ ഓർത്തിട്ടുള്ള ഭയമാണ്. അത്തരത്തിലുള്ളൊരു ഭയത്തിൻ്റെ ആവശ്യമേ ഇല്ല. പരിപൂർണമായിട്ട് നിങ്ങളോടൊപ്പം തന്നെയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പുറത്തു വരണം. ഇനി കേരളത്തിലെ ക്യാമ്പസുകളിൽ മറ്റൊരു നിതിൻ രാജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ള തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലെ വിദ്യാർത്ഥികളാണ്. സധൈര്യം മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ള ചെങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരണം എന്നുള്ളതാണ് എനിക്ക് ആ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ശ്രീ അനിൽ നമ്പ്യാർ, നിതിൻ രാജിൻ്റെ മരണം എന്ന് പറയുന്നത് കേരളത്തിലെ, നമ്മുടെ നാട്ടിലെ ദളിത് വംശഹത്യയുടെ ഇടത് മോഡലാണ്. അത് എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ പെയിൻ്റ് അടിച്ച് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാലും അതങ്ങനെ തന്നെ വ്യക്തമായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. നോക്കൂ, ഇവിടെ മധുവിനെ ആൾക്കൂട്ടം കൊല ചെയ്തപ്പോൾ ആ ആൾക്കൂട്ടം കൊലപാതകം ചെയ്ത അതിനകത്തെ പ്രധാന പ്രതിയായിട്ടുള്ള ഷംസുദ്ദീനെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി മാറ്റിയിട്ടുള്ള പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ഇവിടെ ഇതിനു മുമ്പ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത്, മധുവിനെ ആൾക്കൂട്ട വിചാരണ ചെയ്തതിനു ശേഷം സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്തപ്പോൾ ആ ആൾക്കൂട്ട വിചാരണ ചെയ്തത് SFI നേതാക്കന്മാരായിരുന്നു, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരുന്നു. അവനെ കൊല ചെയ്തത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്. അതിന് പിന്തുണ കൊടുത്തത് ഡീൻ എന്ന് പറയുന്ന ഇടതുപക്ഷ അധ്യാപക സംഘടനയിലെ നേതാവായിരുന്നു. ഇനി ഇവിടെ ഈ നിതിൻ്റെ കാര്യം എടുത്തു നോക്കൂ. കണ്ണൂർ പോലെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടകത്തളങ്ങൾക്ക് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം നടന്നിരിക്കുന്നത്. 2016 നിയമസഭാ ഇലക്ഷന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ക്യാമ്പസിൽ, ഈ അഞ്ചരക്കണ്ടിയിലെ ഈ ഡെൻ്റൽ കോളേജിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ചെയർമാൻ അബ്ദുൾ ജബ്ബാറിനെ വിശേഷിപ്പിച്ചത് എൻ്റെ ആത്മസുഹൃത്ത് എന്നാണ്. പിണറായി വിജയന്റെ ആത്മസുഹൃത്തായിട്ടുള്ള ഈ അബ്ദുൾ ജബ്ബാറിന്റെ സന്തത സഹചാരിയാണ് ഈ റാം എന്ന് പറയുന്ന ആള്. അപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ക്യാമ്പസ്
ക്യാമ്പസുകളിൽ, കേരളത്തിലെ മറ്റ് കലാലയങ്ങളിലൊക്കെ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും കൊടിയ ദളിത് വിരുദ്ധത, ഏറ്റവും കൊടിയ ദളിത് പീഡനങ്ങളും ഇത്തരത്തിലുള്ള വംശഹത്യയും നടന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലാണെന്നേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ദളിത് വിരുദ്ധരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആദിവാസി വിരുദ്ധരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ദളിത് വംശഹത്യയുടെ മറ്റൊരു രൂപം തന്നെയാണ്. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നിമാറി എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ളത്, ഞാൻ ഇത്തവണ മാനന്തവാടി സ്ഥാനാർത്ഥിയായിരുന്നു. മാനന്തവാടിയിൽ ഇലക്ഷൻ പ്രചരണമായിട്ട് പോകുന്ന സമയത്ത് മന്ത്രി OR കേളു എന്ന് പറയുന്ന ട്രൈബൽ SC/ST വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ മണ്ഡലത്തിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ വെള്ളമുണ്ട പഞ്ചായത്തിലെ 4 സെന്റ് കോളനിയിൽ ഞാൻ കണ്ടു ഏത് ശൗചാലയങ്ങൾ പോലും ഇല്ലാത്ത വീടുകൾ, അടച്ചുറപ്പില്ലാത്ത പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് വസ്ത്രം മാറി കൊടുക്കാൻ വേണ്ടി അടച്ചുറപ്പുള്ള മുറികൾ പോലും ഇല്ലാത്ത ടാർപോളിൻ വലിച്ചു കെട്ടിയ വീടെന്ന് പറയുന്ന രൂപങ്ങൾ ഇന്നും മാനന്തവാടിയിലും വയനാടിലും ട്രൈബൽ മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഇത് കലാലയങ്ങളിലെ അധ്യാപകരുടെ ഇത്തരത്തിലുള്ള അഹങ്കാരവും ധാർഷ്ട്യവും ഒന്ന് അടക്കുന്നതിനൊപ്പം തന്നെ ഇതിനെ വിശാലമായിട്ട് ചർച്ച ചെയ്യാൻ കൂടി നമുക്ക് തയ്യാറാവണം. ഒന്ന്, ഞാനൊരു പ്രൊഫഷണൽ കോളേജിൽ പഠിച്ച ആളാണ്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് പല കാര്യത്തിലും ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞില്ല. ഇതിനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഈ കൂട്ടർക്ക് എന്താ കഴിയാൻ വേണ്ടി പറ്റാത്തത്? ഈ സർക്കാരിന് ഇവരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി കഴിയാത്ത എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എവിടെയാ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ സിദ്ധാർത്ഥന്റെ വിഷയമായിട്ട് മരണമായിട്ട് ബന്ധപ്പെട്ട് ആ വീട്ടിലൊന്ന് പോകാൻ വേണ്ടിയുള്ള മര്യാദ കാണിച്ചോ? കേരളത്തിലെ SC/ST വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി OR കേളു അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നോ ഇതുവരെ? പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഒരു കേസെടുത്തു എന്ന് പറയപ്പെടുന്നു. അത് എപ്പോഴാണെന്നറിയോ? അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇന്നലെ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാനെ ഞാൻ ഫോണിൽ വിളിക്കുന്നു. ഞാൻ മാനന്തവാടിയില്ല, തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഫോണിൽ വിളിക്കുന്നു. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള വിഷയം നടക്കുന്നുണ്ട്, കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഞാൻ മെയിൽ അയക്കുന്നു. മെയിൽ അയച്ച് അദ്ദേഹം കേസെടുക്കാമെന്ന് സമ്മതിക്കുന്നു. ഇന്ന് അതിരാവിലെ എനിക്ക് വീണ്ടും അദ്ദേഹം മെയിലായിട്ടും ചെയ്യുന്നു, വാട്സപ്പിൽ മെസ്സേജ് കൊടുത്ത് ആ പരാതി സ്വീകരിച്ചിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട് എന്ന് ഡൽഹിയിലിരിക്കുന്ന കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ഇവിടെ BJPയുടെ കേരളത്തിലിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞതിനു ശേഷമാണ് കേരളത്തിലെ പട്ടികവർഗ കമ്മീഷന് മുരടനക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കമ്മിറ്റ്മെന്റ് എവിടെയാണ്? ഇവരുടെ നിലപാടുകൾ എവിടെയാണ്? ഇവർ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ? ഇതൊക്കെ ചർച്ച ചെയ്യുക തന്നെ വേണം. ഇതിന് ഇത്തരത്തിലുള്ള ഇവരുടെ ഇടതുപക്ഷത്തിന്റെ ദളിത് വിരുദ്ധത, ആദിവാസി വിരുദ്ധത പൊതുജനം മനസ്സിലാക്കുക തന്നെ വേണം.